ഹായ്, ഞാൻ ജസ്ന. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ മാർച്ച് മാസത്തിൽ ഏതെല്ലാം പച്ചക്കറികളാണ് നട്ടു വളർത്തേണ്ടതെന്നാണ് കേട്ടോ. അപ്പോൾ ആദ്യമേ തന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ ചീരയിനം, അതായത് പലതരം ചീര ഇനങ്ങളുണ്ട്. അതിൻ്റെ അകത്ത് ചുമന്ന ചീര, സുന്ദരി ചീര, പിന്നെ വ്ളാത്താങ്കര ചീര, അതുപോലെ തന്നെ പച്ചച്ചീര, മയിൽപ്പീലി ചീര, പിന്നെ പാലക്ക, അങ്ങനെ തുടങ്ങിയ പല ചീരകളുണ്ട്. അപ്പോൾ നമുക്ക് രണ്ട് മൂന്ന് വിധേന നമുക്ക് ഈ ചീരകൾ നട്ടു വളർത്താം. ഏറ്റവും നന്നായിട്ട് ഉണ്ടാകുന്നതും അതുപോലെ തന്നെ ഒരു കേടും ഉണ്ടാവാത്തതുമായിട്ടുള്ള ഒരു സമയമാണ് ഈ ഒരു വേനൽക്കാലം. അപ്പോൾ ചീരകൾ സാധാരണയായിട്ട് നമുക്ക് ഇതേപോലുള്ള ട്രേകളിൽ നമ്മൾ ചകിരിച്ചോറൊക്കെ ഇട്ട് പാകി നടാവുന്നതാണ്. ഇല്ലെങ്കിൽ ഇതേപോലെ മൺതട്ടകൾ നമ്മൾ ചെറുതായിട്ടൊന്ന് കൂട്ടിയതിന് ശേഷം അതിൽ ചീരയും അതുപോലെ തന്നെ പച്ചമുളകൊക്കെ നമുക്ക് ഇങ്ങനെ വിതച്ച് പാകാവുന്നതാണ്. ഇനിയിപ്പോൾ ചീരകളുടെ ഒരു ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ പച്ചമുളകാണ് കൃഷി ചെയ്യേണ്ടത്. അപ്പോൾ പച്ചമുളകൊക്കെ നന്നായിട്ടുണ്ടാകുന്നൊരു സമയമാണ്. നിങ്ങൾക്ക് ഇപ്പം നഴ്സറികളിൽ നിന്നും തൈകൾ വാങ്ങിയിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഈ കിട്ടുന്ന വിത്തുകൾ തടങ്ങളിൽ നന്നായിട്ട് ഇങ്ങനെ വിതച്ചിട്ട്, അതായത് ഈ പിന്നെ പച്ചമുളകൊക്കെ നടാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ മുളകിൻ്റെ അരിയൊക്കെ നമുക്ക് വീടുകളിൽ പച്ചമുളകിൻ്റെയൊക്കെ അരികെ വാങ്ങി കിട്ടുന്നത്, അത് നമുക്ക് ഉണക്കിയതിന് ശേഷം നമുക്ക് ഇതേപോലെയുള്ള തടങ്ങളിൽ നട്ടു കൊടുക്കാം, അല്ലെങ്കിൽ ഗ്രോ ബാഗുകളിൽ നട്ടു കൊടുക്കാം. അപ്പോൾ കീടങ്ങളൊക്കെ കുറവായിട്ട് കാണുന്ന ഒരു സമയമാണ് ഈ ഒരു വേനൽക്കാലം. പിന്നെ മുരടിപ്പൊക്കെ ഉണ്ടെങ്കിൽ അല്പം കഞ്ഞിവെള്ളത്തിൽ നമ്മൾ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടതിന് ശേഷം ഇങ്ങനെ തളിച്ചു കൊടുക്കുകയോ, അല്ലെങ്കിൽ ഒരു തുള്ളി വിനാഗിരി അല്ലെങ്കിൽ ഒരു സ്പൂൺ വിനാഗിരി 1 ലിറ്റർ വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്തതിന് ശേഷം നമ്മൾ തളിച്ചു കൊടുക്കുകയാണെങ്കിൽ മുരടിപ്പൊക്കെ മാറി നല്ല ഉഷാറായിട്ട് ഈ ഒരു സമയത്ത് പച്ചക്കറികളിൽ നന്നായിട്ട് വിളവെടുക്കാൻ പറ്റുന്ന ഒരു സമയമാണ് കേട്ടോ. അപ്പം ഒന്നാമത്തെ പച്ചക്കറി നമ്മൾ ചീരയുടെ കാര്യം പറഞ്ഞു. പിന്നെ നമുക്ക് കക്കിരി, വെള്ളിരി തുടങ്ങിയിട്ടുള്ള പീച്ചിൽ അങ്ങനെയൊക്കെയുള്ള പച്ചക്കറികൾ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന സമയമാണ്. കാരണം ഇപ്പം ഈ മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പ്, അതായത് ഈ ഒരു വേനൽക്കാലത്തായതുകൊണ്ട് നല്ല രീതിയിൽ പച്ചക്കറികൾ നന്നായിട്ട് പിടിക്കും. അപ്പോൾ പിന്നെ പലരും ചോദിക്കുന്നതാണ് ഈ ക്യാബേജൊക്കെ പറ്റുമെന്ന്. ക്യാബേജിൻ്റെയൊക്കെ ശീതകാല പച്ചക്കറികളാണ്. അതിൻ്റെയൊക്കെ ഈ സീസൺ കഴിഞ്ഞു വരികയാണ്. അപ്പോൾ ഉണ്ടാവും, പക്ഷെ നമുക്ക് അതേപോലെ നമ്മൾ സംരക്ഷണം കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കുണ്ടാവും. ഞങ്ങൾക്ക് ഇപ്പം ക്യാബേജിൻ്റെ തൈകളൊക്കെ നമ്മൾ നട്ട് അതൊരു ഗ്രീൻ നെറ്റിൻ്റെ ഷെയ്ഡിലാണ് അതുള്ളത്. അതായത് കൂടുതൽ വെയിലിനെ അങ്ങോട്ട് ഇതിന് പറ്റത്തില്ല. അതുകൊണ്ട് അതേപോലെ തന്നെ നമുക്ക് പറ്റുന്ന വേറൊരു പച്ചക്കറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വഴുതനയും അതുപോലെ തന്നെ തക്കാളിയാണ് കേട്ടോ. അപ്പം തക്കാളിയിലൊക്കെ ഏകദേശം 1-2 മാസം കൊണ്ട് നന്നായിട്ട് കൊല കൊത്തി ഉണ്ടാവും. ഹൈബ്രിഡ് ഇനങ്ങളാണെങ്കിൽ പ്രത്യേകിച്ചും നന്നായിട്ടുണ്ടാകുന്ന ഒരു പച്ചക്കറിയാണ്. പിന്നെ നമ്മളൊരു സംരക്ഷണമായിട്ട് കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ചൂട് അധികം ഈ പച്ചമുളകിനും അതുപോലെ തന്നെ ചീരയ്ക്കതൊക്കെ അത്യാവശ്യം നല്ല സൂര്യപ്രകാശം വേണം. പക്ഷേ അതിൻ്റെ ചുവട്ടിൽ വെള്ളമൊക്കെ ഇങ്ങനെ പറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി വേണമെങ്കിൽ നിങ്ങൾക്ക് തടത്തിലോ അല്ലെങ്കിൽ ഇതേപോലെയുള്ള ഗ്രോ ബാഗുകളിലൊക്കെ ആണെങ്കിൽ ഗ്രോ ബാഗിൻ്റെ ഉള്ളിലൊക്കെ കുറച്ച് ചപ്പുകളൊക്കെ ഇങ്ങനെ ഇട്ട് സെറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ തക്കാളിയിലൊക്കെ ആണെങ്കിൽ നന്നായിട്ട് തക്കാളി ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ വഴുതനയൊക്കെ നമ്മൾ കൂടെ നിറച്ചിങ്ങനെ വെച്ചിട്ടുണ്ട് നടാൻ വേണ്ടി. അപ്പം വിത്ത് പാകിയതായിരുന്നു, ഇനി നട്ടു കൊടുക്കാം കേട്ടോ. അപ്പോൾ തക്കാളി എങ്ങനെയാണെങ്കിൽ ഞാൻ നട്ടിട്ടുണ്ട്. അപ്പം നട്ട് ഏകദേശം അതിൻ്റെ ചുവട്ടിൽ ഇതേപോലെ നന്നായിട്ട് പച്ചിലകളും അതുപോലെ തന്നെ ഉണക്ക ഇലകളും നമ്മൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വെള്ളം ഇങ്ങനെ അതിൻ്റെ ചുവട്ടിൽ തന്നെ ആ നനവും ഉണ്ടാവും. അപ്പോൾ വെള്ളം കൂടുതൽ കെട്ടിക്കിടക്കുകയില്ല. ഒപ്പം നനവുള്ളതുകൊണ്ട് ചെടികൾക്ക് നല്ലൊരു സംരക്ഷണമായിരിക്കും കിട്ടുന്നത്. പിന്നെ ഇത് വലുതാകുന്നതിനനുസരിച്ച് നമ്മൾ തക്കാളിയുടെ ഇതിന് കമ്പ് കൊത്തി കൊടുക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ചെറിയ പിന്നെ ത്രെഡ് നൂലുകളൊക്കെ ഇങ്ങനെ കെട്ടിയിട്ട് ഇതൊന്ന് പൊക്കി നിർത്തുവാണെങ്കിൽ നന്നായിട്ട് ഉണ്ടാവും കേട്ടോ. പിന്നെ ചീരകളൊക്കെ ഇതേപോലുള്ള ഗ്രോ ബാഗുകളിൽ, പാലക്കൊക്കെയാണ് നന്നായിട്ടുണ്ടാവും കേട്ടോ. പിന്നെ കോളിഫ്ലവറും ഞാൻ പറഞ്ഞില്ലേ, കോളിഫ്ലവറൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെന്ന്, അതാണ് ഈ കാണുന്നത്. പിന്നെ ക്യാപ്സിക്കം ഒക്കെ, അതായത് മുളകിനങ്ങളിൽപ്പെട്ട ക്യാപ്സിക്കം ഒക്കെ ഉണ്ടാകുന്നത് ഈ ഒരു സമയത്താണ് കേട്ടോ. നല്ല രീതിയിൽ നന്നായിട്ട് തഴച്ചുണ്ടാവേ. പിന്നെ ഞാൻ പറഞ്ഞ ഇതേപോലെ നമ്മൾ ഇതിൻ്റെ ചോട്ടിൽ ഈ ഒരു രീതിയിൽ ഉണക്കിയ ഇലകളൊന്ന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. കാരണം തണുപ്പ് നിൽക്കാൻ വേണ്ടി ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പം ഇത്രയൊക്കെയുള്ളൂ ഈ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളും നമ്മുടെയൊക്കെ വീടുകളിൽ
ഇതേപോലെ ചെറിയൊരു പച്ചക്കറി തോട്ടമെങ്കിലും നമുക്ക് വേണ്ട പച്ചക്കറികൾ ഇതേപോലെ ഒന്ന് കൃഷി ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ നമ്മളെ ഒന്ന് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും നമ്മളെ ഒന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വേഗം വന്നേക്കാം. ബൈ ബൈ, ടേക്ക് കെയർ. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. എല്ലാവരും ഇതേപോലുള്ള പച്ചക്കറികൾ തോട്ടങ്ങൾ, ചെറിയ ചെറിയ പച്ചക്കറി മതി, നമ്മുടെ വിഷരഹിത പച്ചക്കറി തോട്ടങ്ങൾ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വേഗം വരാം. ബൈ ബൈ.